ആരെങ്കിലും ഉണ്ടോ നോക്കാം. ചേച്ചിയേ, ചേച്ചിയേ, ഓയ്. ആരാ? എന്തിനു വന്നതാ? അമ്മച്ചി ദേ ഇങ്ങോട്ട് നോയിക്കേ. ആരാ? ചേച്ചി കുറച്ച് സാധനങ്ങളുമായിട്ട് വന്ന ഒന്ന് മേടിച്ച് സഹായിക്കാവോ? എന്ത് സാധനങ്ങളാ? സാധനങ്ങൾ എന്ന് പറയുമ്പോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, പിന്നെ വെള്ളം കുടിക്കുന്ന കുപ്പികൾ, അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെയാ. ഒന്നെടുത്ത് കാണിക്കട്ടെ ചേച്ചി. ഇവിടെ സാധനങ്ങളൊന്നും വേണ്ട, പൈസ അങ്ങനെ ഒന്നുമില്ല. അടുക്കളയിലാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, വേണേ അങ്ങോട്ട് വേണേ കൊണ്ടുതരാം. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, വയറ്റപ്പഴപ്പാ, രാവിലെ ഇറങ്ങിയതാ, എന്തൊരു ചൂടാ. ഇവിടെ വന്നിരിക്കുവല്ലേ ഞാന് ചൂടും കൊണ്ട്. എന്തേലും ഒന്ന് എടുത്തൊന്ന് സഹായിക്കുക ചേച്ചി. ഇവിടെ ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ? പൊക്കോ, പോ. ഒന്നത് പൈസ ഇല്ല. കഷ്ടമുണ്ട്, പാവല്ലേ കൊച്ച്. നമുക്കൊന്ന് നോക്കാം, നമുക്ക് കൊള്ളാവുന്ന പാത്രം മാത്രം ഉണ്ടെങ്കിൽ. കൊച്ചേ വാ, നോക്കട്ടെ, സാധനം നോക്കട്ടെ. വരുന്നു. ആശ്വാസം. പാത്രങ്ങൾ കാണിക്കട്ടെ ചേച്ചി, വലിയ ഉപകാരം കേട്ടോ. പാത്രങ്ങൾ എന്ന് പറയുമ്പോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രം, ചോറുണ്ണുന്ന പാത്രം. കുട്ടികൾക്ക് ചോറുണ്ണാൻ വേണ്ടിയുള്ള പാത്രം. ഇത് കൊള്ളാം. ഇനിയുണ്ട് പാത്രങ്ങൾ. എടുക്കട്ടെ? കുപ്പി എടുക്കട്ടെ? ദേ കുപ്പി. ഇതും കൊള്ളാം. ഇത് മതിയോ? ഇത് രണ്ടും നമുക്ക് മേടിക്കാം. പൈസ ശരി ചേച്ചി, വലിയ ഉപകാരം. കുടിക്കാൻ ഇച്ചിരി വെള്ളം തരാവോ? എന്തോ ചൂടാ. തണുത്ത വെള്ളം തരാവോ? തണുത്ത വെള്ളമാണോ വെച്ചെങ്കിൽ തന്നേരെ. ഇല്ലാത്ത ആശ്വാസം. അമ്മേ. ശരി ചേച്ചി, പോട്ടെ ചേച്ചി. ശരി എന്നാ, അടുത്ത വട്ടം ഞാൻ വരുവേ. ഇത് മേടിക്കണേ എന്തേലും ഒക്കെ എന്നാ. ശരി. ഇത് ശരിയായ ഒരു വരുമാന മാർഗമാണോ മോളെ? നമുക്ക് വേറെ വല്ല ജോലിക്കും പോയി കൂടെ? വേറെ ജോലി നോക്കുന്നുണ്ട് ചേച്ചി, അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വരുമാനം, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എന്തേലും ഒക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണ്ടായോ, അത്രയോ, അതിനു വേണ്ടി മാത്രം. പോട്ടെ ചേച്ചി എന്നാ. ശരി എന്നാ, ഓക്കെ. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും അതവരുടെ കണ്ണീരൊപ്പുവാൻ കാരണമാകുന്നെങ്കിൽ അതുതന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി.